നമസ്കാരം. രാജ്യത്തെ BSNL വരിക്കാർക്ക് സന്തോഷം പകരുന്ന ഒരു വിവരം ഇപ്പോൾ പുറത്തെത്തിയിരിക്കുകയാണ്. BSNL 4G ടവറുകളുടെ എണ്ണം 75,000 കടന്നു എന്നതാണ് ആ വാർത്ത. ഇതിനു മുമ്പ് BSNL 4G വ്യാപനം സംബന്ധിച്ച് പ്രധാന അപ്ഡേറ്റ് വന്നത് ദീപാവലി സമയത്തായിരുന്നു. ദീപാവലിക്ക് 50,000 4G സൈറ്റുകൾ എന്ന ലക്ഷ്യം കൈവരിക്കുമെന്ന് BSNL അറിയിച്ചിരുന്നു. പറഞ്ഞതുപോലെ തന്നെ BSNL ദീപാവലി സമയത്ത് 50,000 ടവറുകളിൽ 4G ഇൻസ്റ്റാൾ ചെയ്തു എന്ന പ്രഖ്യാപനം വന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ 75,000 4G ടവറുകൾ സ്ഥാപിച്ചുകൊണ്ട് മറ്റൊരു നാഴികക്കല്ല് കൂടി BSNL പിന്നിട്ടിരിക്കുന്നു എന്ന വാർത്ത പുറത്തുവരികയാണ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി BSNL 4G വ്യാപനം അതിവേഗം പുരോഗമിക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ പുറത്തുവന്ന കണക്ക് സ്ഥിരീകരിക്കുന്നുണ്ട്. രാജസ്ഥാനിൽ 350 പുതിയ 4G സൈറ്റുകൾ BSNL സ്ഥാപിച്ചിട്ടുണ്ട്. ഇതോടെ രാജസ്ഥാനിലെ ആകെ BSNL 4G ടവറുകളുടെ എണ്ണം 2,767 ആയി. രാജസ്ഥാനിലെ ഭരത്പൂരിൽ 67 4G സൈറ്റുകൾ ഓൺ എയർ ആണെന്ന് BSNL സ്ഥിരീകരിച്ചിട്ടുണ്ട്. എത്രയും വേഗം ലക്ഷ്യമിട്ടതുപോലെ 1,00,000 സൈറ്റുകളിൽ 4G എത്തിക്കാനാണ് BSNL ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. TCSന്റെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യമാണ് BSNL 4G വ്യാപനത്തിന് നേതൃത്വം നൽകുന്നത്. 2025 മെയ് ജൂൺ കാലയളവിൽ 1,00,000 4G സൈറ്റുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് BSNL എത്തുമെന്നാണ് അധികൃതർ പറയുന്നത്. നിശ്ചയിച്ചതുപോലെ 2025 ജൂണോടുകൂടി 1,00,000 4G സൈറ്റുകൾ എന്ന ലക്ഷ്യം പൂർത്തിയാക്കിയ ശേഷം ജൂലൈ മുതൽ 5G സേവനങ്ങൾ ആരംഭിക്കാനും BSNL തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഡൽഹിയിൽ തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള 5Gയുടെ പരീക്ഷണം ഒന്നിലധികം വെണ്ടർമാരുമായി ചേർന്ന് BSNL നടത്തിവരികയാണ്. 1,00,000 സൈറ്റുകൾ എന്ന ആദ്യ നാഴികക്കല്ല് പിന്നിട്ട ശേഷം തുടർന്നും BSNL 4G ടവറുകൾ വിന്യസിക്കും. എന്നാൽ എവിടെയൊക്കെ എത്ര എണ്ണം എന്നൊക്കെയുള്ള വിവരങ്ങൾ 4G വ്യാപനം പൂർത്തിയായതിനു ശേഷമേ തീരുമാനിക്കൂ. കൂടുതൽ 4G ടവറുകൾ സ്ഥാപിക്കുമെന്ന് അടുത്തിടെ BSNL സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ രാജ്യത്തെ ഏറ്റവും നിരക്ക് കുറഞ്ഞ 4G പ്രീപെയ്ഡ് പ്ലാനുകൾ നൽകുന്നത് BSNL ആണ്. എന്നാൽ 4G വ്യാപനം പൂർത്തിയായിട്ടില്ല എന്നതിനാൽ ഇത് എല്ലാവർക്കും ആസ്വദിക്കാനായിട്ടില്ല. സ്വകാര്യ ടെലികോം കമ്പനികൾ നിരക്കുകൾ വർദ്ധിപ്പിച്ചതിനു ശേഷം BSNLിലേക്ക് ആളുകൾ കൂടുതലായി വരാൻ തുടങ്ങി. എന്നാൽ ഇപ്പോൾ BSNLിലേക്ക് ആളുകൾ എത്തുന്നത് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. മാത്രമല്ല സ്വകാര്യ കമ്പനികൾ പഴയ നിലയിലേക്ക് ആളുകളെ ചേർക്കാനും തുടങ്ങിയിട്ടുണ്ട്. BSNLന്റെ കോൾ ഡ്രോപ്പ് പ്രശ്നങ്ങൾ ആളുകൾക്ക് ഏറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. BSNL ഇടക്കാലത്ത് കൈവന്ന നല്ല ഇമേജ് നഷ്ടപ്പെടുത്താൻ കോൾ ഡ്രോപ്പ് പ്രശ്നങ്ങൾ കാരണമാവുകയും ചെയ്തിരുന്നു. അടുത്ത മാസം, അതായത് ഫെബ്രുവരിയോടെ മാത്രമേ തങ്ങളുടെ നെറ്റ്വർക്കിലെ കോൾ ഡ്രോപ്പുകൾ, കോൾ മ്യൂട്ട് പ്രശ്നങ്ങൾ, മറ്റ് കോളിംഗ് സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കപ്പെടൂ എന്നാണ് BSNL ഉദ്യോഗസ്ഥർ പ്രതികരിച്ചതായി റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വൈകുന്നതും 4G സേവനങ്ങൾ അവതരിപ്പിക്കാൻ വൈകുന്നതും BSNLന് തിരിച്ചടിയാണ്. അതേസമയം ഒരു വശത്ത് ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ മറുവശത്ത് കൂടുതൽ മികച്ച സേവനങ്ങൾ വരിക്കാരിലേക്ക് എത്തിക്കാനുള്ള BSNL ശ്രമങ്ങളും കാണാൻ സാധിക്കും. അടുത്തിടെയായി നിരവധി പുതിയ സേവനങ്ങൾ BSNL പ്രഖ്യാപിച്ചിരുന്നു. ഉപയോക്താക്കൾക്കായി eSIM സേവനങ്ങൾ ഉടൻ തന്നെ BSNL ആരംഭിക്കുമെന്നും റിപ്പോർട്ടുണ്ട്.